പാലക്കാട് എലപ്പുള്ളിയിലെ നിർദ്ദിഷ്ട ബ്രൂവറി പ്ലാന്റ് പദ്ധതിയിലെ സർക്കാർ നീക്കത്തിന് ഹൈക്കോടതിയിൽ നിന്നേറ്റ തിരിച്ചടിക്ക് പിന്നാലെ ഇടതുമുന്നണിയിൽ ഭിന്നത. ജലവകുപ്പിന്റെ പദ്ധതിയിൽ നിന്നുള്ള മലക്കം മറിച്ചിലിൽ എക്സൈസ് വകുപ്പ് കടുത്ത നീരസത്തിലാണ്. വകുപ്പ് മന്ത്രിമാർക്കിടയിൽ കിടമത്സരം മുന്നണിക്കുള്ളിൽ ചർച്ചയായി കഴിഞ്ഞു. കോഴിക്കോട് നിന്നും ശ്യാമപ്രസാദ് ചേരുന്നു. ശ്യാമപ്രസാദ്, പാലക്കാട് എലപ്പുള്ളിയിലെ നിർദ്ദിഷ്ട ബ്രൂവറി പ്ലാന്റ് പദ്ധതിയിലെ സർക്കാർ നീക്കത്തിന് വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തൊട്ടു പിന്നാലെ തന്നെ ഇത് ഇടതുമുന്നണിയിലും ഭിന്നത സൃഷ്ടിച്ചിരിക്കുകയാണല്ലോ. എന്താണ് വിവരങ്ങൾ? രോഹിണി, ഹൈക്കോടതിയിൽ നിന്നേറ്റ തിരിച്ചടിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ജലവിഭവ വകുപ്പിന്റെ മലക്കം മറിച്ചിലാണ് കോടതിയിൽ പ്രധാനമായും കണ്ടത്. ആ ജലവിഭവ വകുപ്പിന്റെ മലക്കം മറിച്ചിലാണ് എക്സൈസ് വകുപ്പിന്റെ നീരസത്തിന് ഇപ്പോൾ ഇടയാക്കിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ തുടക്കത്തിൽ തന്നെ ഈ പദ്ധതി മന്ത്രിസഭാ യോഗത്തിന് പിന്നാലെ ഈ ജല അതോറിറ്റി, അതായത് ജലവകുപ്പ് ഇതിൽ പദ്ധതിക്ക് വെള്ളം നൽകാമെന്ന് ആദ്യം ഈ ഒരു മന്ത്രിസഭാ യോഗത്തിലടക്കം തീരുമാനമെടുത്തിരുന്നു. പിന്നീട് ഇക്കാര്യത്തിൽ ഒരു കൂട്ടം ഹർജികളുമായി ഈ ഒരു പ്രദേശത്തുള്ള ആളുകൾ ഹൈക്കോടതിയിലേക്ക് എത്തിയപ്പോഴേക്കും അവിടെയാണ് ജലവകുപ്പ് ഇത്തരത്തിലൊരു മലക്കം മറിച്ചിൽ നടത്തിയത്. അതായത് തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ പദ്ധതിക്കായി അനുമതി നേടിയതെന്നും അല്ലെങ്കിൽ വെള്ളം നൽകാനുള്ള ധാരണയ്ക്കായി എത്തിച്ചേർന്നതെന്നുമായിരുന്നു. അങ്ങനെയാണ് ഈ ഒയാസിസ് കമ്പനിക്ക് വെള്ളം നൽകാൻ ധാരണയായിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ജല അതോറിറ്റി അല്ലെങ്കിൽ ജലവകുപ്പ് ഇത്തരത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് പിന്മാറിയത്. ഇത് പ്രധാനമായും എക്സൈസ് വകുപ്പിന്റെ കടുത്ത നീരസത്തിനിടയാക്കി. എക്സൈസ് വകുപ്പിന്റെ വാദം എന്ന് പറയുന്നത് ജലവകുപ്പ് അനുമതി നൽകിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഒയാസിസ് കമ്പനിക്ക് മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു അനുമതി നൽകിയതെന്നായിരുന്നു എക്സൈസ് വകുപ്പിന്റെ വാദം. അങ്ങനെ ഈ രണ്ട് വകുപ്പുകൾക്കുമിടയിലുള്ള ഒരു കിടമത്സരമാണ് ഇപ്പോൾ പ്രകടമായിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഈ ഒരു ഹൈക്കോടതിയിൽ നിന്നേറ്റ തിരിച്ചടിയോടുകൂടി തന്നെ പ്രധാനമായും ഈ എക്സൈസ് വകുപ്പിന്റെ ഈ നീരസം മുഖ്യമന്ത്രി ഒപ്പം തന്നെ LDF കൺവീനർ TP രാമകൃഷ്ണനെയും എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് അറിയിച്ചു കഴിഞ്ഞിരിക്കുകയും ചെയ്യുന്നു. പ്രധാനമായും കേരള കോൺഗ്രസ് എമ്മിന്റെ വകുപ്പിലുള്ള അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എം വഹിക്കുന്ന ഈ ജലവകുപ്പിൽ നിന്ന് ഇത്തരത്തിൽ റോഷി അഗസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നീക്കമുണ്ടായതിൽ കടുത്ത അതൃപ്തിയാണ് CPM-നകത്തുമുള്ളത്. CPM-ന്റെ ഏതാനും മുതിർന്ന നേതാക്കളെല്ലാം തന്നെ നിലവിൽ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനടക്കം ഇക്കാര്യത്തിൽ കാര്യങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് വിവരങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. ഇതിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഇത്തരം ഒരു അപ്രതീക്ഷിതമായ നീക്കത്തിൽ ഈ LDF-നകത്ത് തന്നെ ഇടതുമുന്നണിക്കകത്ത് തന്നെ കടുത്ത നീരസം ഇപ്പോൾ പ്രകടമായി കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ഈ പ്രശ്നത്തിനായി ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകേണ്ട എന്ന് തന്നെയാണ് നിലവിലൊരു പൊതുവായ തീരുമാനം. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയെ ഇടപെടുത്തിക്കൊണ്ടൊരു സമവായത്തിലേക്ക് പോകാനാണ് LDF കൺവീനറും ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനും ഇപ്പോൾ ശ്രമിക്കുന്നത്. രോഹിണി, ശരി, ശ്യാമപ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.